ബഹുമാനായ മിലത്തിയോസ് തിരുമേനിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തോട് സഭാ മേധാവി എന്ന നിലയിലൊന്നും പരിഹസിക്കാനോ അദ്ദേഹത്തിനെ വിമർശിക്കാനോ ഒന്നും ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇത് മാത്രമല്ല, സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള മുൻപരാമർശങ്ങളും അങ്ങൊന്ന് പരിശോധിച്ചോളൂ. അതുകൊണ്ട് അത് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലല്ലോ. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവ്, ഞാനൊരു എം പിയെ KC വേണുഗോപാൽ എന്ന് പറയുന്ന എം പിയെ നിലപാടാണ്. ഞാൻ ചോദ്യം കേട്ടില്ല. അതായത് അദ്ദേഹം ഒരു വോട്ടറാണല്ലോ, തൃശ്ശൂരിലെ ഒരു വോട്ടറാണല്ലോ അദ്ദേഹവും. അപ്പോൾ വോട്ടർമാരാരും സുരേഷ് ഗോപി MP എവിടെയെന്ന് ചോദിക്കുന്നില്ല എന്ന് അങ്ങ് ചൂണ്ടിക്കാട്ടിയത് കൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഇല്ലാതെയായിട്ട് എത്ര ദിവസമായി എന്നും ഈ വോട്ടർ പറയുന്നത് ഞാൻ കേട്ടോണ്ടില്ലേ, നമ്മൾ കേട്ടോണ്ടല്ലേ ഇരുന്നത്. എത്ര ദിവസമായി? ആ സന്ദർഭത്തിൽ അദ്ദേഹം എവിടെയായിരുന്നു? നമുക്കറിയാം, രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് കേന്ദ്രമന്ത്രിമാർക്ക് അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകളുണ്ടാവും, ചോദ്യോത്തരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളുടെ ശേഖരണമുണ്ടാവും. ആ വക ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ തിരക്കിലേക്ക് ഒരു കേന്ദ്രമന്ത്രി പോകുമെന്ന് അറിയാത്തവരല്ലല്ലോ നമ്മൾ. അതറിഞ്ഞുകൊണ്ട് തന്നെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കൊണ്ടുവന്ന ഒരു തുണ്ട് പേപ്പറിൽ ഒരു പരാതി എഴുതി കൊടുത്തിട്ട് ഒരു തറ പബ്ലിസിറ്റിക്ക് വേണ്ടി പരിശ്രമം നടത്തുമ്പോൾ എന്താണ് നമ്മൾ അതിന് മറുപടി പറയേണ്ടതെന്നാണ് അങ്ങ് പറയുന്നത്? ഇതൊന്നും കൊണ്ട് സുരേഷ് ഗോപിയുടെ വിശ്വാസ്യതയെ തകർക്കാനോ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലുള്ള സ്വാധീനത്തെ ഇല്ലാതെയാക്കാനോ ഈ കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ ഒന്നും സാധ്യമല്ലെന്ന്. BJPയിൽ കേന്ദ്രമന്ത്രിമാരെന്തു പറയണം, BJPയുടെ നേതാക്കന്മാർ ഏതെല്ലാം വിഷയത്തെ സംബന്ധിച്ച് എപ്പോഴൊക്കെ പ്രതികരിക്കണം എന്നതിനെ സംബന്ധിച്ച് കുറച്ച് പഥ്യമുള്ള ഒരു പാർട്ടിയാണ് BJP. ആ പാർട്ടിയെ കുറിച്ചിട്ട് ഈ കോൺഗ്രസ് നേതാവിനൊന്നും വലിയ കാര്യങ്ങൾ അറിയില്ല. എനിക്ക് സുരേഷ് ഗോപിയെ കാണാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം പല കോൺഗ്രസ്സുകാരുടെയും മനസ്സിൽ ഈ സുരേഷ് ഗോപി ജീവിക്കുന്നുണ്ട്. അത്തരമൊരു സുരേഷ് ഗോപി ജീവിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമയാണ് ശ്രീ ഗോകുൽ ഗുരുവായൂരെങ്കിൽ ഞാൻ അതിനെ സമീപനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാനുള്ള സംവിധാനം ചെയ്തു തരാം.